കൈരളി വിയിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാനിന്ന് മനോഹരമായ ഒരു സ്ഥലത്താണ്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ നാഗോട്ടണ എന്ന് മറാത്തികൾ വിളിക്കുന്ന, മറാത്ത ഭാഷയിലെ നാഗോട്ടണ, നാഗോത്താനെ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ നാഗോട്ടണ. മറാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഛത്രപതി ശിവാജിയുടെ തലസ്ഥാന നഗരിയായിരുന്നു ഈ റായ്ഗഡ്. ഒരുപാട് മലയാളികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ചരിത്രമുറങ്ങുന്ന വളരെ പ്രശസ്തമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാണ് ഈ സ്ഥലം. എൻ്റെ പ്രകോശത്ത് കാണുന്ന ഈ ക്ഷേത്രം, ശിവക്ഷേത്രം, ഏതാണ്ട് 300 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇതിൻ്റെ പ്രകോശം. ഈ ഗ്രാമത്തിൻ്റെ, ഈ വില്ലേജിൻ്റെ കുലദൈവമായ, ഗ്രാമദൈവമായ യോഗേശ്വരി അമ്പലവും തൊട്ട് വലതുഭാഗത്തായിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ചരിത്രങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് നാഗോട്ടണ. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് സിയൻസ് ടെക്നോ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായ KY സുധീർ. അയ്യപ്പ സേവാ മണ്ഡലിൻ്റെ പ്രസിഡൻ്റാണ്. കേരള സമാജം, ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെയധികം ശ്രദ്ധേയനായ KY സുധീറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം തോന്നുന്നു, കാരണം മനോഹരമായ ഒരു പ്രദേശമാണ് ഈ നാഗോട്ടണ. നമ്മളെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന നല്ല ഒരു പ്രദേശം കൂടിയാണിത്. കാരണം അമ്പലക്കുളവും ആൽത്തറയും ഒക്കെ നിറഞ്ഞ ഈ ക്ഷേത്രത്തിനൊരു ഏതാണ്ട് 300 വർഷം ശിവക്ഷേത്രമാണ്. ഇവിടെ വർഷാവർഷം കാര്യങ്ങളെല്ലാം നടക്കാറ്. വളരെ ഒരു ആത്മീയമായ രീതിയിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല സ്പർശം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ സ്ഥലത്ത്, കാരണം ആലപ്പുഴയിലെ കരുവാറ്റ, ഹരിപ്പാടിനടുത്തുള്ള കരുവാറ്റ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും എങ്ങനെയാണ് ഈ മനോഹരമായ ഈ സ്ഥലത്തേക്കുള്ള യാത്ര? 1991 ഞാൻ ഗ്രാജുവേറ്റ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എവിടെയാണ് പഠിച്ചത്? TKM കോളേജ് നെങ്ങിയാറുകുളങ്ങരയിൽ. നെങ്ങിയാറുകുളങ്ങര TKM കോളേജിൽ നിന്നാണ് ഞാൻ ഗ്രാജുവേറ്റ് പൂർത്തിയാക്കിയത്. അതിനുശേഷം വിദേശത്ത് പോകുക എന്നുള്ള ഒരു സ്വപ്നവുമായിട്ട് ബോംബെയിലേക്ക് വണ്ടി കയറിയതാണ്. എങ്ങനെയായിരുന്നു പിന്നെ വഴി തെറ്റി റായ്ഗഡിലേക്ക്? റായ്ഗഡിലേക്കുള്ള വരവ് എൻ്റെ ഒരു കസിൻ ഈ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നവഭാരത് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഉടമസ്ഥൻ, പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 1991 സർവീസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ് ജീവിതം ആരംഭിച്ചു. ആദ്യം ബോംബെയിൽ നിന്ന് നാഗോത്താനയിൽ വരുന്നു. പക്ഷേ ഈ നാഗോത്താന എന്ന് പറയുന്ന ഈ സ്ഥലം താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു സ്ഥലം. തീർച്ചയായിട്ടും. ഇന്ന് KY സുധീറിനെ ഇവിടുത്തെ എല്ലാ മലയാളികളും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അത് ഈ നാടിനോടുള്ള സ്നേഹവും ഈ നാടിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ എൻ്റെ 21 വർഷ കാലയളവിനുള്ളിൽ ഞാൻ എൻ്റെ നാട്ടുകാർക്കും ഇവിടുത്തുകാരുടെ ഇടയിലും എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലും മറ്റുള്ള ബിസിനസ് സംരംഭങ്ങളിലും നാട്ടുകാർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ ഒരു സമതുലനം, എല്ലാവരെയും നമ്മൾ മലയാളി എന്നല്ല, നമ്മുടെ ഭാരതീയരെ, അതാണ് നമ്മൾ പറയുന്നത്. നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ ബഹുമാനിക്കുവാനുള്ള, നമ്മൾ അംഗീകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാരുടെ ആ ഒരു പ്രത്യേക, കാരണം ഇവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പുറത്തെ സംസ്കാരവും നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയുള്ള ബഹുമാനം ഏറ്റവും കൂടുതലുള്ള പ്രദേശമായിട്ട്, പ്രത്യേകിച്ച് ബോംബെയിൽ നിന്നും ഒരു 100 കിലോമീറ്ററിന് അപ്പുറത്താണ് ഈ നാഗോട്ടണ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഗ്രാമം. അപ്പോൾ അത്രയും അവരുടെ ഇടയിൽ നല്ല സ്വാധീനം ചെലുത്തുവാനും അവർക്ക് വേണ്ടി അവരിൽ ഒരാളായി മാറുവാനും KY സുധീറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റും. കാരണം അത്രത്തോളം ആത്മാർത്ഥമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധത താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സാറേ. കഴിഞ്ഞ 21 വർഷക്കാലയളവിനുള്ളിൽ ആദ്യത്തെ 5-6 വർഷം ഞാൻ തൊഴിൽ ചെയ്ത് ജീവിക്കുകയായിരുന്നു. അതിനുശേഷം ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കസിൻ്റെ ഒരു കമ്പനിയിലകത്ത് ജോലി ചെയ്തു. അതിനകത്ത് ഈ എഞ്ചിനീയറിംഗ് ലൈനും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ തൃശ്ശൂരുകാരായ 2 സഹപ്രവർത്തകരോട് ചേർന്നുകൊണ്ട് മിസ്റ്റർ ചന്ദ്രരാജ്, അവർ വിൻസെൻ്റ് വർഗീസ്, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നുകൊണ്ടാണ് CN ടെക്നോ പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം ആരംഭിച്ചത്. ഒരു 5 വർഷത്തെ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു അനുഭവ പരിചയ സമ്പത്ത്
അതാണ് നമ്മൾ ഒരു കൈമുതലാക്കി കൈമുതലാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യാം, എസ്പെഷ്യലി ഒരു എഞ്ചിനീയറിംഗ് കോൺട്രാക്ട് രംഗത്ത് നമുക്ക് എങ്ങനെ ശോഭിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ 5 വർഷം. ഇവിടെ ജോഗേശ്വരി മന്ദിർ എന്നിവർ പറയുന്ന നമ്മുടെ ക്ഷേത്രം ഇവരുടെ ഗ്രാമത്തിന്റെ കുലദൈവമാണ്, ഗ്രാമദേവത ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധനാലയം. ഗ്രാമത്തിലെ 25,000 വരുന്ന ജനസംഖ്യയുണ്ട്. ഈ ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞ സെൻസസിൽ 25,000 വരുന്ന ജനസംഖ്യയുണ്ട്. ഈ ജനസംഖ്യയുടെ മൊത്തം ആൾക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയമായിട്ടാണ് ഈ യോഗേശ്വരി മാതാ. ഇവിടെ വർഷാവർഷം ആരാധനയും ഉത്സവവും കാര്യങ്ങളും എല്ലാ പരിപാടികളും നമ്മളും നമ്മുടെ മലയാളി സുഹൃത്തുക്കളും നമ്മുടെ സ്ഥാപനവും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പൂർണ്ണമായിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, പാൽക്കിയിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും ശരിക്കും നമ്മളൊരു ദൈവാനുഗ്രഹത്തിന്റെ അനുഭൂതി നൽകുന്ന ഒരു പ്രസൻസ് നൽകുന്ന ഒരു അനുഭവം ഈ നാഗോട്ടണയിൽ ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട്, അതായത് കഴിഞ്ഞ 16 വർഷങ്ങൾ കൊണ്ട് നാഗോത്തന ശ്രീ അയ്യപ്പ സേവാ മണ്ഡലം എന്ന് പറഞ്ഞ് നമ്മളൊരു അയ്യപ്പ മണ്ഡലം ഇവിടെ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ അയ്യപ്പ സേവാ മണ്ഡലിൻ്റെ ഓരോ വർഷത്തെ ഉത്സവ പരിപാടികളിലും ജനപങ്കാളിത്തം കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും ഇന്ന് കൊങ്കൺ മേഖലയിലെ ഏറ്റവും വലിയ അയ്യപ്പ മണ്ഡലുകളിൽ ഒന്നായി ഈ നാഗോട്ടന അയ്യപ്പ മണ്ഡൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. മണ്ഡലകാലത്ത് വലിയ ഉത്സവങ്ങൾ ഇവിടെ നടത്താറുണ്ട്. ഉണ്ട്. ഏതാണ്ട് നാട്ടിൽ നിന്നും 150-ൽ പരം കലാകാരന്മാരെ കൊണ്ടുവന്ന് കഥകളി വേഷങ്ങൾ, ശിങ്കാരിമേളം, മറ്റുള്ള കേരളീയ നാടൻ കലാരൂപങ്ങൾ, അമ്മൻകുടം, തെയ്യം, ചാമുണ്ടി, ഭൂതനന്തറയും അങ്ങനെയുള്ള വിവിധ കലാപരിപാടികൾ ഒരു ദിവസത്തെ പരിപാടികളാണ്. അയ്യപ്പ ശരണമന്ത്രങ്ങൾ പോലെ ഈ നാട്ടുകാർക്ക് ഇപ്പോൾ പരിചിതമാക്കിയിരിക്കുകയാണ്. ഇവിടെ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ട്രഷറർ വന്നിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ഉപാധ്യക്ഷൻ വന്നിട്ടുണ്ട്. ഉപാധ്യക്ഷൻ മിസ്റ്റർ VM അഷറഫ് മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. VM അഷറഫുദ്ദീൻ കാർത്തികപ്പള്ളിയിൽ നിന്ന് നമ്മുടെ അയ്യപ്പ മണ്ഡലിന്റെ ഉപാധ്യക്ഷനാണ്. അടുത്തത് സെക്രട്ടറി മിസ്റ്റർ R. സിബിരാജൻ സെക്രട്ടറിയാണ്. അടുത്ത നമ്മുടെ ഖജാൻജി മിസ്റ്റർ N. വേണുഗോപാൽ 25 വർഷങ്ങൾ കൊണ്ട് ഇവിടെ സ്ഥിരതാമസമാണ്. ഇവിടുത്തെ മഹാരാഷ്ട്രക്കാർ നൽകിയ പേരാണ് പണ്ഡിറ്റ് വേണുഗോപാൽ. ശരിക്കും നമ്മൾ ഒരു വലിയ കൂട്ടായ്മയാണ്, കാരണം മലയാളികളുടെ ഒരു കൂട്ടായ്മ. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞു കൊങ്കൺ മേഖലയിലെ ഏറ്റവും വലിയ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഇതിനെക്കുറിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ആ സ്വാമി ശരണം എന്ന ശരണ വിളികൾ ഏറ്റുവിളിക്കുവാൻ സാധിക്കുന്നു. അത്രയും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മഹാത്മ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അതിലെ വളരെ പ്രത്യേകതയായിട്ട് തോന്നുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ മിസ്റ്റർ അഷ്റഫ് ഇതിന്റെ ഉപാധ്യക്ഷനാണ്, അയ്യപ്പ സേവാ മണ്ഡലിന്റെ ഉപാധ്യക്ഷനായിട്ട്. അപ്പൊ ഒരു മതസൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ വലിയൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ വാവരസ്വാമി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന വാവരസ്വാമി എന്നാണ് വിളിക്കാറുള്ളത്.